ഹലോ, വെൽക്കം ബാക്ക്. ഓക്കെ, കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ ലീനിയർ റിഗ്രഷൻ എസ്റ്റിമേറ്റർ എന്താണെന്നും അതിൻ്റെ വേരിയൻസ് അഥവാ മീൻ സ്ക്വയർ എറർ എന്താണെന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ മീൻ സ്ക്വയർ എറർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പറയുന്നത്. കേസ് 1-ൽ suppose we are taking a pre-assigned value for the constant small b as small b naught, and we have seen that the variance of linear regression estimator, actually difference estimator, variance of the difference estimator y bar LR, that is equal to 1 minus f by n into capital SY square plus B naught square into capital SX square minus 2 B naught into capital SXY. ഇത് എക്സാക്റ്റ് വേരിയൻസ് ആണ്. കാര്യം ഈ ബിക്ക് ഒരു പ്രീ അസൈൻഡ് വാല്യൂ ബി നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് എന്ന് മാത്രമല്ല അതിൻ്റെ ആക്ച്വൽ വേരിയൻസും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു എക്സ്പ്രഷൻ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ, അതായത് ഈ ഒരു വേരിയൻസിൻ്റെ എസ്റ്റിമേറ്റ്, സാമ്പിൾ എസ്റ്റിമേറ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അവിടെ ആകെ നമ്മൾ മാറ്റം വരുത്തേണ്ടത്, ഇത് ഈ 1 മൈനസ് എഫ് ബൈ എന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ക്യാപിറ്റൽ എസ് വൈ സ്ക്വയർ, അതുപോലെ ക്യാപിറ്റൽ എസ് എക്സ് സ്ക്വയർ, അതുപോലെ ക്യാപിറ്റൽ എസ് എക്സ് വൈ അഥവാ റോ ഇൻറ്റു എസ് എക്സ് ഇൻറ്റു എസ് വൈ, ഇതൊക്കെ അൺനോൺ ക്വാണ്ടിറ്റീസ് ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ അൺബയസ്ഡ് ആയിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ എസ് വൈ സ്ക്വയറിന് പകരം അതിൻ്റെ കറസ്പോണ്ടിങ് സാമ്പിൾ വാല്യൂ, അതായത് സ്മോൾ എസ് വൈ സ്ക്വയർ കൊടുക്കുക. ക്യാപിറ്റൽ എസ് എക്സ് സ്ക്വയറിന് പകരം അതിൻ്റെ സാമ്പിൾ വെർഷൻ സ്മോൾ എസ് എക്സ് സ്ക്വയർ കൊടുക്കുക. അതുപോലെ ക്യാപിറ്റൽ എസ് എക്സ് വൈക്ക് പകരം അതിൻ്റെ സാമ്പിൾ വെർഷനായ സ്മോൾ എസ് എക്സ് വൈ കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വേരിയൻസിനെ നമുക്കൊരു എസ്റ്റിമേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കില്ല. പക്ഷേ ഞാനിവിടെ അൺബയസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് തെറ്റായി കൊടുത്തിട്ടുണ്ട്. അവിടെ യു ഹൗ ടു കറക്റ്റ് ഇറ്റ് ആസ് ബയാസ്ഡ്. ഓക്കെ, ഇറ്റ് വിൽ ബി ബയാസ്ഡ്. And that estimator is variance of y bar LR, that is equal to 1 minus f into small sy square plus b naught square into small sx square minus 2 into b naught into small sxy. ഇതായിരിക്കും ഈ വേരിയൻസിൻ്റെ എസ്റ്റിമേറ്റ്. ഇവിടെ ഞാൻ വീണ്ടും ചെറിയൊരു പെശക് വന്നിട്ടുണ്ട്. സ്മോൾ എസ് എക്സ് സ്ക്വയർ അല്ല, സ്മോൾ എസ് വൈ സ്ക്വയർ ആണ്. അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഈ കറക്ഷനൊക്കെ നിങ്ങളുടെ നോട്ടിൽ വരുത്തണം, അതർവൈസ് യു വിൽ ബി ഇൻ കൺഫ്യൂഷൻ ലേറ്റർ. ഓക്കെ, ഇനി നമ്മൾ പിന്നീട് കണ്ടു ബിക്ക് നമ്മൾ ബി ഹാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു എസ്റ്റിമേറ്ററാണ് കിട്ടുക. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ലീനിയർ റിഗ്രഷൻ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ വേരിയൻസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ഡിസ്കഷനിൽ പറഞ്ഞതാണ്. ആ വേരിയൻസ് ഈ സ്മോൾ ബി നോട്ടിന് പകരം ക്യാപിറ്റൽ ബി ഹാറ്റ് കൊടുക്കുക. അതായത് വേരിയൻസ് ഓഫ് വൈ ബാർ എൽ ആർ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, അവിടെ അപ്രോക്സിമേഷൻ ആണ്. ഇവിടെ ഈ കേസ് 1-ൽ അത് എക്സാക്റ്റ് ആണെങ്കിലും കേസ് 2-ൽ വരുമ്പോഴേക്കും അത് അപ്രോക്സിമേറ്റ് ആയിരിക്കും. മാത്രമല്ല വേരിയൻസ് എന്ന് പറയുന്നതിന് പകരം മീൻ സ്ക്വയർ എറർ എന്ന് പറയണം. And those things will be approximately equal when small n is large enough. So you can write variance of y bar LR is approximately equal to 1 minus f by n into capital SY square into capital B hat square SX square minus 2 into capital B hat into SXY. അതായിരിക്കും അതിൻ്റെ വേരിയൻസിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ അതിന് പകരം നമുക്ക് ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ, ഒരു എസ്റ്റിമേറ്റർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന് പുറമെ മറ്റൊരു സ്റ്റാൻഡേർഡ് എസ്റ്റിമേറ്റർ, അതുമാത്രമല്ല അത് അൺബയസ്ഡ് ആണ് താനും. ഇവിടെ ഇത് അൺബയസ്ഡ് ആണ്. ഓക്കെ,
ഈ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ സജസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. It is suggested by W.G. Cochran, William G. Cochran, and in sampling techniques, book name is Sampling Techniques, and you may be familiar with that book. In page number 195, you can see that an estimator is suggested, and this estimator is surprisingly unbiased. Okay. So variance of y bar LR is equal to 1 minus f by n into n minus 2 into summation over I equal to 1 to n yi minus y bar minus b hat into xi minus x bar the whole square. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എസ്റ്റിമേറ്റർ കമ്പ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, and these are the things regarding estimation of sampling variance or estimation of mean square error. Okay. ഇനി അടുത്തത് നമ്മൾ ഈ എസ്റ്റിമേറ്റേഴ്സിനെ കമ്പയർ ചെയ്യാണ്. ഈ എസ്റ്റിമേറ്റേഴ്സിനല്ല, നമുക്ക് 3 തരത്തിലുള്ള എസ്റ്റിമേറ്റേഴ്സാണ് ഇപ്പോൾ നമ്മൾ സോഫാർ ഡിസ്കസ് ചെയ്തത്. ഒന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എസ്റ്റിമേറ്റർ വിതൗട്ട് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദി ഓക്സിലറി വേരിയബിൾ. അതിനെയാണ് നമ്മൾ മീൻ പെർ യൂണിറ്റ് എസ്റ്റിമേറ്റർ അല്ലെങ്കിൽ മീൻ പെർ എലമെൻറ്റ് എസ്റ്റിമേറ്റർ എന്നൊക്കെ പറയുന്നത്. അതായത് ഓക്സിലറി വേരിയബിൾ കൺസിഡർ ചെയ്യാതെ കിട്ടുന്ന എസ്റ്റിമേറ്ററിൻ്റെ വേരിയൻസും, അതുപോലെ തന്നെ രണ്ടാമത്തത് റേഷ്യോ, ഒന്നാമത്തത് ഇവിടെ മൂന്നാമത്തതായിട്ടാണ് ഞാനത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എസ്റ്റിമേറ്ററിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് റിഗ്രഷൻ എസ്റ്റിമേറ്റർ, ലീനിയർ റിഗ്രഷൻ എസ്റ്റിമേറ്റർ. അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് y bar LR is equal to 1 minus f by n into 1 minus rho square into sy square. ഇതൊരു അപ്രോക്സിമേറ്റ് എക്സ്പ്രഷൻ ആണ്, പക്ഷേ ഞാനിവിടെ കമ്പാരിസന് വേണ്ടിയിട്ട് എല്ലാം വേരിയൻസ് എന്ന് എഴുതിയിരിക്കുകയാണ്. പിന്നെ അതുപോലെ റേഷ്യോ എസ്റ്റിമേറ്റിൻ്റെ വേരിയൻസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. 1 minus f by n into sy square plus r square into sx square minus 2r into rho into sx into sy. ഇതൊക്കെ നമ്മൾ റേഷ്യോ എസ്റ്റിമേഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ 3 വേരിയൻസുമാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് 3 മെത്തേഡിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് അർത്ഥം. ഒന്ന് ലീനിയർ റിഗ്രഷൻ എസ്റ്റിമേറ്ററിൻ്റെ വേരിയൻസ്, രണ്ടാമത്തത് റേഷ്യോ എസ്റ്റിമേറ്ററിൻ്റെ വേരിയൻസ്, മൂന്നാമത്തത് സിമ്പിൾ മീൻ പെർ എലമെൻറ്റ് മെത്തേഡ്, ദാറ്റ് മീൻസ് വിതൗട്ട് യൂസിങ് ഓക്സിലറി ഇൻഫർമേഷൻ. ഈ 3 വേരിയൻസിൻ്റെയും എക്സ്പ്രഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അത് അവസാനത്തത് എക്സാക്റ്റ് ആണ്, ആദ്യത്തതും രണ്ടാമത്തതും അപ്രോക്സിമേറ്റ് ആണ്, കുഴപ്പമില്ല. സപ്പോസ് വി ആർ കമ്പയറിംഗ് ഫോർ ലാർജ് സാമ്പിൾസ്, യു ക്യാൻ ടേക്ക് ദീസ് 3 വേരിയൻസസ് ഫോർ യുവർ കമ്പാരിസൺ. ഇനി നോക്കുക, ഞാൻ ആദ്യം റിഗ്രഷൻ എസ്റ്റിമേറ്റും സിമ്പിൾ മീൻ പെർ എലമെൻറ്റ് എസ്റ്റിമേറ്റും കൂടി കമ്പയർ ചെയ്യുന്നത്. അതായത് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും റേഷ്യോ മെത്തേഡും കൂടി, രണ്ടും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണെങ്കിൽ പോലും ആ സിമ്പിൾ മീൻ പെർ എലമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓക്സിലറി വേരിയബിൾ ഉപയോഗിക്കാതെ കിട്ടുന്ന എസ്റ്റിമേറ്റ്, അതും ലീനിയർ റിഗ്രഷൻ എസ്റ്റിമേറ്റും കൂടി കമ്പയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ വേരിയൻസ്, അവസാനത്തെ വേരിയൻസും ആദ്യത്തെ വേരിയൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് വലുത് അല്ലെങ്കിൽ ഏതാണ് ചെറുത്? രണ്ടും സെയിം ആയിരിക്കും. എപ്പോൾ ഈ റോ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ, കാര്യം റോ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ വേരിയൻസ് ഓഫ് y bar എല്ലാവരും വേരിയൻസ് ഓഫ് y bar സെയിം ആയിരിക്കും, ആണല്ലോ. അപ്പോൾ റോ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 2 വേരിയൻസും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മെത്തേഡും ഈക്വലി എഫിഷ്യൻ്റ് ആണ് എന്നർത്ഥം. ഓക്കെ, എപ്പോഴാണ് ഈക്വലി എഫിഷ്യൻ്റ് ആവുന്നത്? റോ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ. എന്താണ് റോ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ മെയിൻ വേരിയബിൾ y ആൻഡ് ഓക്സിലറി വേരിയബിൾ x ഈക്വൽ ടു 0. കോറിലേഷൻ ഈസ് ഈക്വൽ ടു 0. അതായത് എക്സും വൈയും അൺകോറിലേറ്റഡ് ആണെങ്കിൽ ലീനിയർ റിഗ്രഷൻ എസ്റ്റിമേറ്ററും സിമ്പിൾ മീൻ പെർ എലമെൻറ്റ് എസ്റ്റിമേറ്ററും ഒരേപോലെ എഫിഷ്യൻ്റ് ആണെന്നർത്ഥം. ഒരേ വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ എഫിഷ്യൻ്റ് ആണെന്നർത്ഥം. അപ്പോൾ കോറിലേഷൻ ഉണ്ടെങ്കിൽ റോ ഈക്വൽ ടു 0 ആവില്ല. അത് റോ എന്ന് പറയുന്നത് ഒന്നുകിൽ നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. എന്തായാലും അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ റോ ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആകുമ്പോൾ ഏത് വേരിയൻസ് ആയിരിക്കും ലീസ്റ്റ്? ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന വേരിയൻസ് ആയിരിക്കും ലീസ്റ്റ്. ഓക്കെ, കമ്പയർഡ് ടു അവസാനം പറഞ്ഞിരിക്കുന്ന വേരിയൻസ്. അതായത് സിമ്പിൾ മീൻ പെർ എലമെൻറ്റ് മെത്തേഡിനേക്കാൾ എഫിഷ്യൻ്റ് ആയിരിക്കും റേഷ്യോ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ വെൻ there is
a correlation between x and y, either positive or negative. Okay, so the comparison between regression estimation and simple mean per element method estimate is over. Okay, that is what I have mentioned in the first paragraph. And in the second paragraph, we are trying to compare a linear regression estimator and a ratio estimator. രണ്ടിൻ്റെയും വേരിയൻസ് നമുക്കറിയാം. ലീനിയർ റിഗ്രഷൻ എസ്റ്റിമേറ്റർ എഫിഷ്യൻ്റ് ആവണമെങ്കിൽ കറസ്പോണ്ടിങ് വേരിയൻസ് ലീസ്റ്റ് ആയിരിക്കണം. അതായത് വേരിയൻസ് ഓഫ് y bar LR ഷുഡ് ബി ലെസ് ദാൻ വേരിയൻസ് ഓഫ് y bar R, and that is if the first this is okay, that is if this is okay, that is if this is okay. Okay, and from this you can take this sx square outside എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ബ്രാക്കറ്റ് സ്ക്വയർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എസ് എക്സ് മാത്രമായിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല, എസ് എക്സ് സ്ക്വയർ പുറത്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ ബാക്കി വരുന്നത് ആർ മൈനസ് റോ ഇൻറ്റു എസ് വൈ ബൈ എസ് എക്സ് ദി ഹോൾ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂ, ലീനിയർ റിഗ്രഷൻ എസ്റ്റിമേറ്റർ ബെറ്റർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. That is if r minus b is greater than r minus b whole square is greater than 0. sx square എന്തായാലും പോസിറ്റീവ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് r minus റോ ഇൻറ്റു എസ് എക്സ് ബൈ എസ് വൈ ബൈ എസ് എക്സ് ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അതായത് ആർ മൈനസ് ബി, ബി എന്ന് പറയുന്നത് എന്താണ്, ബി ഈസ് ദ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് വൈ ഓൺ എക്സ്, ദാറ്റ് ഈസ് റോ ഇൻറ്റു എസ് വൈ ബൈ എസ് എക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എസ് എക്സ് സ്ക്വയർ പുറത്തെടുക്കുകയൊക്കെ ചെയ്തത്. സോ ഇറ്റ് ബിക്കംസ് ദ കണ്ടീഷൻ ബിക്കംസ് ആർ മൈനസ് ബി ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. ആർ മൈനസ് ബി ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആകുക എപ്പോഴാണ്, ആർ ഈക്വൽ ടു ബി ആകുന്ന കേസിൽ ഒഴികെ ബാക്കി എല്ലാ കേസിലും ആർ മൈനസ് ബി ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കാരണം ആർ മൈനസ് ബി നെഗറ്റീവ് ആയാലും ശരി, ആർ മൈനസ് ബി പോസിറ്റീവ് ആയാലും ശരി, ഈ സ്ക്വയർ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. പക്ഷേ ആർ ഈക്വൽ ടു ബി ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. എന്ന് വെച്ചാൽ റിഗ്രഷൻ എസ്റ്റിമേറ്റർ ബെറ്റർ ആണെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. അപ്പോൾ ബി ഈക്വൽ ടു റോ എസ് വൈ ബൈ എസ് എക്സ് ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് അൺലെസ് ബി ഈക്വൽ ടു 0 റിഗ്രഷൻ എസ്റ്റിമേറ്റർ ഈസ് ബെറ്റർ. അൺലെസ് ബി ഈക്വൽ ടു 0. ഓക്കെ, and when b is equal to 0, b is equal to 0 means b equal to r means b equal to y bar by x bar. കാര്യം r എന്ന് പറയുന്നത് ക്യാപിറ്റൽ r എന്ന് പറയുന്നത് y bar by x bar ആണ്. അപ്പോൾ b equal to y bar by x bar ആകുന്ന കേസിൽ ഒഴികെ ബാക്കി എല്ലാ കേസിലും ലീനിയർ റിഗ്രഷൻ എസ്റ്റിമേറ്റർ ബെറ്റർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ y bar equal to b into x bar ആകുന്ന കേസിൽ ഒഴികെ എല്ലാ കേസിലും ലീനിയർ റിഗ്രഷൻ എസ്റ്റിമേറ്റർ ബെറ്റർ ആയിരിക്കും. ഈ കേസ് എന്താണ്, y ബാർ ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയും എക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കണം, y ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് ആയിരിക്കണം. y ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, y ഈസ് ഈക്വൽ ടു റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് y ഓൺ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈൻ ഓഫ് റിഗ്രഷൻ, അതായത് y ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് മീൻസ് there is a linear relationship between y and x, but the line of regression passes through origin. Okay, so it means that the final conclusion is that unless the regression line of y on x passes through the origin, linear regression estimator is better. Okay, and if the line of regression passes through the origin, both the methods are equally efficient. Okay, so the final conclusion is this. We conclude that if the regression line of y on x passes through the origin, both the methods are equally efficient, and when it does not pass through the origin, regression estimator is better. Okay, so the conclusion is very clear. That means we have done comparison between simple random sample estimator without using auxiliary information and simple random sampling with auxiliary information. It has two methods, ratio method
and regression methods. So when we compare simple random sampling without auxiliary information with the linear regression estimator, both the methods are equally efficient if rho is equal to 0, that is if the main variable and the auxiliary variable are uncorrelated, and if there is any correlation between x and y, linear regression estimator is better. That is comparison number 1. Then comparison number 2, that is the comparison between ratio method of estimation and regression method of estimation. In this case, if the line of regression of y on x passes through the origin, both the methods are equally efficient. And if the line of regression of y on x does not pass through the origin, linear regression estimator is efficient, that is better than that of ratio method of estimation. Okay, these are the comparison. Okay, thank you.